അഹമ്മദാബാദ് വിമാനാപകടത്തിൽ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മെസ്സിന് മുകളിൽ കുടുങ്ങിയ വിമാനത്തിന്റെ വാൽഭാഗങ്ങൾ പൊളിച്ചെടുത്തു. ക്രെയിനുകൾ ഉപയോഗിച്ച് കുടുങ്ങി നിന്ന ഭാഗത്തെ കെട്ടിടത്തിൽ നിന്നും വേർപെടുത്തി എടുത്തു. വിമാനഭാഗങ്ങളിൽ കൂടുതൽ പരിശോധന നടത്താൻ പോവുകയാണിനി. അർജുൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, അങ്ങനെ വിമാനത്തിന്റെ പൂർണ്ണ ഭാഗങ്ങളും വേർപെടുത്തപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ മാറ്റാനും ഒക്കെ കഴിഞ്ഞുപോ? ഇനി പ്രധാനപ്പെട്ട കാര്യം എന്നത് അതിലുള്ള പരിശോധനകൾ നടത്തുക, ഫോറൻസിക് സംഘത്തിന്റെ അടക്കമുള്ള വിശദമായ പരിശോധനകൾക്ക് പര്യാപ്തമായ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ? പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ആ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് വേർപെടുത്തി മാറ്റിയിട്ടുണ്ട്. ക്രെയിനുകളുടെ എല്ലാം തന്നെ സഹായത്തോടു കൂടിയാണ് ഈ നടപടികൾ. ഈ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ പുറകിലെ ചിറക് ഭാഗമാണ് കുടുങ്ങി നിന്നിരുന്നത്. ഈ PJ ഹോസ്റ്റലിൻ്റെ മെസ്സിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലായിട്ട് കുടുങ്ങിക്കിടന്നത്. ആ ഭാഗങ്ങൾ മുഴുവനായിട്ടും ഇപ്പോൾ ക്രെയിനിൻ്റെ സഹായത്തോടു കൂടി ഇറക്കി താഴേക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടെ തന്നെ ഇപ്പോഴും ഈ വ്യോമയാന മന്ത്രാലയത്തിൻ്റെയും അതുപോലെ തന്നെ DGCAയുടെയും ഒപ്പം ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും അധികൃതർ തുടരുന്നുണ്ട്. ബ്ലാക്ക് ബോക്സ് അടക്കം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും വിമാനത്തിൻ്റെ പല ഭാഗങ്ങളും ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് എന്തായാലും ഇപ്പോൾ അധികൃതർ കടക്കുകയും ചെയ്യുന്നത്. ഈ വിമാനം പൂർണ്ണമായി ഈ കെട്ടിടത്തിന് മുകളിലേക്ക് വന്ന് ഇടിച്ചിറങ്ങി അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായി വേർപെട്ടുകൊണ്ട് ഈ ബിൽഡിങ്ങിന്, ഈ കെട്ടിടത്തിന് മറുവശത്തേക്ക് തകർന്നു വീണിരുന്നു. അത് പിന്നീട് ഒരു അഗ്നിഗോളമായി മറ്റ് ഹോസ്റ്റലിൻ്റെ ഭാഗങ്ങൾ കൂടി അഗ്നി പടർന്ന് അതിപ്പോൾ ഒരു കത്തിക്കരഞ്ഞ നിലയിലാണ് കിടക്കുന്നത്. ഇതിൽ അഗ്നി പടരാതെ ഒരല്പ ഭാഗം, അതായത് പിറകിലെ ചിറക് ഭാഗം മാത്രമായിരുന്നു കുടുങ്ങിക്കിടന്നിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ രാവിലെ തത്സമയം നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ മുതൽ തന്നെ ഇത് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ക്രെയിനിൻ്റെ അടക്കം സഹായത്തോടു കൂടി താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ ശ്രമത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരും മറ്റ് അധികാരികളും അധികൃതരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. അതെന്തായാലും ആ മണിക്കൂറുകൾ നീണ്ട ആ ഒരു ശ്രമത്തിനൊടുവിൽ ഈ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടി പൊളിച്ചാണ് ഇപ്പോൾ ഈ വാൽ ഭാഗം താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. ആ ഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഇന്നലെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങളും കണ്ടെത്തിയിട്ടുമുള്ളത്. ഈ വാൽഭാഗത്ത് ഇപ്പോൾ കൂടുതൽ പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എന്തായാലും ഇപ്പോൾ ഈ അധികൃതർ കടന്നിരിക്കുന്നത്. അതിലൂടെ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുമോ എന്നുള്ളതും ഒപ്പം തന്നെ ശരീരഭാഗങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. എത്ര പേര് മരിച്ചു എന്നതിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നമ്മൾ ഈ വ്യോമയാന മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും പല കണക്കുകൾ ഉയരുന്നൊരു സാഹചര്യത്തിൽ ഒപ്പം തന്നെ ആളുകൾ ഇപ്പോഴും പല പരാതികളും ഉന്നയിച്ച് രംഗത്ത് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഈ ആളുകളുടെ മൃതശരീരങ്ങളും അതുപോലെ ശരീരഭാഗങ്ങളും തേടിയുള്ള അന്വേഷണം കൂടിയാണ് NDRFിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോഴും ഈ പരിസരത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നതും. ഈ വിശദ പരിശോധനയ്ക്ക് ശേഷം ഈ വിമാനത്തിൻ്റെ ബാക്കി നിൽക്കുന്ന ചിറക് ഭാഗങ്ങൾ, പുറകിലെ വാൽഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് നടപടിയായിരിക്കും ഇനി മുതൽ ഉണ്ടാകാനും പോകുന്നത്. അതിനു മുൻപ് അവസാനഘട്ട ഈ പരിശോധന ദൃശ്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ അർജുൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അർജുൻ, ഈ BJ ഹോസ്പിറ്റലിന് എത്രത്തോളം ആഘാതം വരുത്തിയ ഒരു അപകടമാണ് ഇത് എന്ന്? കാരണം ഈ വിമാനത്തിലെ അകത്തുള്ള ആളുകൾ, അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു, ബാക്കിയുള്ളവർ മരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള മരണസംഖ്യ ഉയരുന്നതും ആ ആശങ്കയും ആ ജനവാസ മേഖലയിൽ ഈ മെസ്സിന്റെ പുറത്തേക്ക് വന്ന് പതിക്കുന്നതായിരുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള ഈ ആഘാതം, ഈ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിക്കഴിയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കപ്പെടുന്നുണ്ടല്ലേ? ഹോസ്റ്റലിൻ്റെ മെസ്സിന് ഏറ്റ ഒരു ആഘാതം എന്താണെന്ന് ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും ഇളക്കി മാറ്റിയതോടുകൂടി, അത് താഴേക്ക് എത്തിച്ചതോടുകൂടി നമുക്ക് ഏതാണ്ട് ഒരു രൂപം കിട്ടുന്നുണ്ട്. അതായത് ഇത് ഇടിച്ചിറങ്ങിയതിന് ശേഷം അത് അഗ്നിഗോളമായി തീ പടർന്ന് ആകെ താഴേക്ക് കൂടി ഇതിൻ്റെ ഭാഗങ്ങൾ വന്ന് പതിച്ച സമയത്താണ് കൂടുതൽ ആളുകൾക്ക് ആഘാതവും അതുപോലെ തന്നെ പരിക്കും പലർക്കും ജീവഹാനിയും എല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഔദ്യോഗിക കണക്ക്, ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ ഹോസ്റ്റലിനകത്ത് നിന്നും 21 മൃതശരീരങ്ങളാണ് ഈ ഹോസ്റ്റൽ മെസ്സിനകത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. അത് ഡോക്ടർമാർ, ഈ ജൂനിയർ ഡോക്ടർമാരുടെ ഉണ്ട്, അതുപോലെ അതിനകത്തുള്ള ക്യാൻറ്റീൻ ജീവനക്കാർ, ഈ കുക്കുകൾ, പാചകക്കാർ ഉൾപ്പെടെയുള്ളവർ, പിന്നെ സെക്യൂരിറ്റി ജീവനക്കാർ, അങ്ങനെയുള്ളവരുടെ. വ്യോമയാന വകുപ്പ് മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞത് 270 മരണം എന്നാണ്. പക്ഷേ ആ സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങൾ, ആശുപത്രിയിലേക്ക് എത്തിയ ആളുകൾ, അവിടേക്ക് വരുന്ന ആളുകൾ, ഈ പലരെയും തിരഞ്ഞുകൊണ്ട് ഇപ്പോഴും ബന്ധുക്കളും ഒക്കെ അവിടേക്ക് എത്തുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ മരണസംഖ്യ ഇതൊന്നുമല്ല, ഈ ഔദ്യോഗിക കണക്കുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്ന ഒരു സംശയം ബലപ്പെടുകയാണ്.
പ്രജീഷ്, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ആശുപത്രിയുടെ പ്രദേശത്ത് ഇപ്പോഴും ഉറ്റവരെ ബന്ധുക്കളെ എല്ലാം തന്നെ തേടി അവരുടെ ബന്ധുക്കൾ എത്തുന്ന, അവർ വാവിട്ട് കരയുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ അത്തരം കാഴ്ചകൾ തന്നെയാണ് ഈ ആശുപത്രിയുടെ മോർച്ചറി പരിസരത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. ഈ തിരിച്ചറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇതിനോടകം തന്നെ സർക്കാർ കണക്കിലുള്ള മൃതശരീരങ്ങളും അവരുടെ ബന്ധുക്കളെയും തന്നെയാണ് ഈ DNA പരിശോധിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സാമ്പിളുകൾ എടുത്ത് പിന്നീട് തിരിച്ചറിയൽ നടപടികളിലേക്കും മൃതശരീരം വിട്ടു നൽകുന്ന നടപടികളിലേക്കും പോയിരിക്കുന്നത്. ഇന്നലെ ഇവിടെ 15-ന് അടുത്ത് 20-നും 15-നും ഇടയിൽ തന്നെ മൃതശരീരങ്ങൾ വിട്ടു നൽകി എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ താമസം കൂടുതൽ വരുന്നുണ്ടോ? കാരണം DNA പരിശോധനയ്ക്ക് നിർദ്ദേശങ്ങൾ അനുസരിച്ചാണെങ്കിൽ വിവിധ ഇടങ്ങളിലുള്ള ഈ DNA പരിശോധനയ്ക്ക് ഹാജരാകേണ്ട ആളുകൾ, ബന്ധുക്കളൊക്കെ തന്നെ എല്ലാവരും എത്തിയോ നിർദ്ദേശപ്രകാരം? അപ്പോൾ ഈ താമസം വരുന്നുണ്ടോ? നന്നായി താമസം വരുന്നുണ്ട്. പ്രധാനമായിട്ടും 72 മണിക്കൂർ നേരമാണ് ഈ മൃതശരീരങ്ങൾ അതിൻ്റെ തിരിച്ചറിയലിന് വേണ്ടിയിട്ട് DNA പരിശോധനയ്ക്ക് ശേഷം തിരിച്ചറിഞ്ഞ് അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ 72 മണിക്കൂറെങ്കിലും എടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പക്ഷേ പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ മൃതശരീരങ്ങളെ സംബന്ധിച്ചാണ്. അതായത് ഒരു രീതിയിലും തിരിച്ചറിയാൻ സാധിക്കാതെ ഈ രക്തവും അതുപോലെ തന്നെ മറ്റ് DNA സാമ്പിളുകളും എടുത്ത് അത് ഒത്തുനോക്കി പിന്നീട് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരണം. അതിന് ഈ പറയുന്ന സമയം, അതായത് 72 മണിക്കൂർ വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരും അതുപോലെ ഫോറൻസിക് അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ പത്തനംതിട്ടയിൽ വെച്ചും പത്തനംതിട്ട സ്വദേശി ഈ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ DNA സാമ്പിൾ നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് കാത്തിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. 72 മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും. മറ്റ് മൃതശരീരങ്ങൾക്കൊപ്പം തന്നെ ഇതെല്ലാം പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അതൊക്കെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ